ഹലോ ഗൈസ്, ദിൽഷാദാണ്. ഞാനിപ്പോൾ വന്നതേ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാട്ടോ. പലപ്പോഴായി ഞാനിടുന്ന വീഡിയോസ് ഇത് ആരും കാണുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റ് നിങ്ങൾ ഇടുക, എന്നാലേ എനിക്ക് ഇങ്ങോട്ട് മുന്നോട്ട് പോകാനാവുള്ളൂ. കാരണം വളരെ എന്താ പറയുക, ആരും തന്നെ പ്രതികരിക്കാത്ത ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നെഗറ്റീവ് കമൻറ്റ് വരണം, അല്ലെ പോസിറ്റീവ് കമൻറ്റ് വരണം. ഇത് നമുക്ക് അനുകൂലമായിട്ടോ അല്ലെ പ്രതികൂലമായിട്ടോ ഒരു കമൻറ്റും ഇല്ല. വിമർശനമാണെങ്കിൽ വിമർശനം നല്ലതാണല്ലോ. വിമർശനവും ഇല്ല, ഇപ്പം ഒന്നുമില്ല. ഒന്നോ രണ്ടോ ആളുകൾ എന്തെങ്കിലും കമൻറ്റ് ഇട്ട് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഊബർ വിളിക്കുന്ന കസ്റ്റമേഴ്സിനോട് കൂടിയുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഓരോരുത്തർ ലൈഫ് കോഞ്ഞാട്ടിയാക്കരുത്. പറയാൻ കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചങ്ങായിൻ്റെ ഊബർ അക്കൗണ്ട് ബ്ലോക്കായി. ഈ ഊബറിൽ വിളിക്കുന്ന കസ്റ്റമർക്ക് റേറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ചെറിയ എന്തെങ്കിലും വിഷയമാണെങ്കിലും വെറുതെ എന്ത് ചെയ്യുക, പല ഗുരുതരമായ കമൻസ് ഇട്ടിട്ട് ഊബർ ഡ്രൈവർമാരെ അക്കൗണ്ട് ബ്ലോക്കാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ 7-8 ലക്ഷമൊക്കെ മുടക്കി 16,500 10-20,000 റുപ്യൊക്കെ EMI കൊടുത്ത് വണ്ടി എടുത്തിട്ട് നിരത്തിലിറങ്ങുകയാണ്. അപ്പോൾ ചെറിയ എന്തെങ്കിലും നിസാര കാര്യങ്ങൾക്ക് കമൻ്റ് ഇട്ടിട്ട് അവരുടെ ജീവിതങ്ങൾ കളയരുത്. കാരണം അവർക്ക് മക്കളും കുട്ടികളൊക്കെ ഉള്ള ജീവിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന ആളുകളുണ്ട്, അല്ലാത്തവരുണ്ട്. ഞാൻ ആരെയും ന്യായീകരിക്കുന്നില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കാരണം ഈ കമൻസ് ഒന്നിൽ കൂടുതൽ ഒരേ കമൻസ് വന്നു കഴിഞ്ഞാൽ ഊബർ അക്കൗണ്ട് ബ്ലോക്കാവും. അതോടുകൂടി ആ ഡ്രൈവർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത സാഹചര്യത്തിലാവും. കാരണം വണ്ടി എടുത്ത് കുടുങ്ങി ഇതും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാണ്ടാകുമ്പോൾ ചിലപ്പോൾ അയാൾ ആത്മഹത്യ വരെ ചെയ്തു പോകും. മിക്ക കേസിലും ഈ കമൻസ് വരുന്നുണ്ട്. എനിക്കും ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ബുക്ക് ചെയ്യുമ്പം കറക്റ്റ് ലൊക്കേഷന് ചിലപ്പോൾ കിട്ടിയെന്ന് വരികയില്ല. അപ്പോൾ ഡ്രൈവർ അവിടെ പോകുമ്പോൾ കറക്റ്റ് ലൊക്കേഷനിലായിരിക്കില്ല എത്തുക. അപ്പം ലൊക്കേഷൻ തെറ്റിച്ച് വന്നു എന്നറിയും. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഡ്രൈവർക്ക് കിട്ടിയ മാപ്പ് അടിസ്ഥാനത്തിൽ ഡ്രൈവർ അവിടെ എത്തിയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളെ കാണിക്കുന്ന വേറെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഡ്രൈവർ സ്വാഭാവികമായിട്ട് പറയും നിങ്ങളിട്ട ലൊക്കേഷൻ ഇതാണ്. അതുപോലെ ഡ്രോപ്പിംഗ് ലൊക്കേഷൻ, മിക്ക ഓട്ടത്തിലും ഡ്രോപ്പിംഗ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കസ്റ്റമർ ഇടുന്നതിനേക്കാളും 2-3 കിലോമീറ്റർ മുന്നോട്ട് പോയി നിർത്തേണ്ടി വരും. അത് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ചിലപ്പോൾ ഊബറിൻ്റെ മാപ്പ് കഴിഞ്ഞിട്ട് 2 കിലോമീറ്റർ മുമ്പോട്ട് പോകുമ്പം ഒരു ഡ്രൈവർ സ്വാഭാവികമായിട്ട് പറയും, ഇത് 2 കിലോമീറ്റർ അധികം ഉണ്ട്, നിങ്ങൾ എന്താ തരണം എന്ന് പറയും. ചിലർ ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. ചിലർ ചൂടാകുന്നവരുണ്ട് കേട്ടോ, ഞാൻ ന്യായീകരിക്കല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നിങ്ങൾ ഈ കമൻസ് ഇട്ട് ഇതാക്കുന്ന ഒഴിവാക്കുക. കാരണം ഞാനൊക്കെ ഈ ഊബർ ഓടിയിട്ട് ഇന്നേ വരെ ആർക്കും 5 സ്റ്റാർ റേറ്റിങ്ങിൽ ഒരു റേറ്റ് പോലും കുറച്ച് കൊടുത്തിട്ടില്ല. ഞാൻ നോക്കലില്ല. നമ്മൾ ഉത്തരവാദിത്തം നമ്മൾ ചെയ്യുന്നു. നമ്മൾ സുരക്ഷിതമായിട്ട് ഒരാളെ എടുക്കുന്നു, ഡ്രോപ്പ് ചെയ്യുന്നു, ബസ്, അത്രയേ ഉള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും ഇതൊക്കെ ഒന്ന് പരിഗണിക്കുക. പിന്നെ ഈ പണിയില്ലാത്ത അവസ്ഥയും കൂടിയാണ്. എല്ലാവർക്കും അറിയാം ഈ മാസം പണി കുറവാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വിമർശിക്കാം, തെറ്റുകളുണ്ട് ചൂണ്ടിക്കാണിക്കുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.